ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഊന്നൽ നൽകുന്നത് എന്തിനായിരിക്കും? തീർച്ചയായും നിലമ്പൂർ മാത്രമല്ല, എൻ്റെ അഭിപ്രായം എവിടെ ആയാലും നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം അതിലൂന്നിയായിരിക്കണം എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിലമ്പൂരിൻ്റെ വികസനം പറയുമ്പോൾ ആദ്യ പരിഗണനയിൽ വരിക സ്വാഭാവികമായും തുടങ്ങിക്കഴിഞ്ഞ ബൈപ്പാസാണ്. അത് പൂർത്തിയാക്കാൻ മറ്റു തടസ്സങ്ങളില്ല. അത് വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, നിലമ്പൂരിന് അനുയോജ്യമായ പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിൽ എൻ്റെ അഭിപ്രായം ആദ്യ പരിഗണന കൊടുക്കേണ്ടത്, വിദഗ്ധന്മാരുമായെല്ലാം നമുക്ക് കൂടിയാലോചിക്കേണ്ടതാണ്, എന്നാലും ആദ്യ പരിഗണന കൊടുക്കേണ്ടത് ടൂറിസമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഒരിടം പിടിക്കാൻ ആവശ്യമായ പൊട്ടൻഷ്യലുള്ള ഒരു നാടാണ് നിലമ്പൂർ. കുടിക്കാൻ കുറച്ച് വെള്ളം ഇപ്പൊ സ്റ്റേ വാങ്ങിച്ചെങ്കിലും വീണ്ടും ചട്ടപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദിവസം ഉണ്ടാവും? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കും.